പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നെടുങ്കണ്ടം ചാറൽമേട് ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം 2026 ജനുവരി 1, 2, 3 തീയതികളിൽ ക്ഷേത്രം തന്ത്രി ജ്യോതിഷ വചസ്പതി ബ്രഹ്മശ്രീ എം ലാൽ പ്രസാദ് ഭട്ടതിരിയുടെയും ക്ഷേത്രം മേൽശാന്തി അനീഷ് ശർമ്മയുടെയും കണ്ണൻ തിരുമേനിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ ക്ഷേത്രാചാര ചടങ്ങുകൾ, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, പൊങ്കാല, മുളപ്പയർ ഘോഷയാത്ര, ദേശത്തുടി അവതരിപ്പിക്കുന്ന നാടൻ പാട്ടും, ഉത്സവത്തിന്റെ അവസാന ദിവസം ബീറ്റ്സ് ഓർക്കസ്ട്രയുടെ ഗാനമേളയും, ദേശത്തിനും ദേശവാസികൾക്കും സർവ്വവിധ ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകുന്ന മഹോത്സവത്തിൽ പങ്കാളികളാകുവാൻ ഭഗവത് നാമത്തിൽ ഏവരെയും ക്ഷണിക്കുന്നു. ശബരിമല സന്നിധാനത്ത് ആയുർവേദ ഡിസ്പെൻസറി 24 മണിക്കൂറും കർമ്മരഹിതം. നിരവധി ആളുകളാണ് ഇവിടെ പ്രതിദിനം ചികിത്സ തേടുന്നത്. പേശിവരവ് മുതൽ ശ്വാസകോശ രോഗങ്ങൾക്ക് വരെ വിദഗ്ധ ചികിത്സ ഇവിടെ ലഭിക്കുന്നുണ്ട്. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തോടനുബന്ധിച്ച് സന്നിധാനത്തെ സർക്കാർ ആയുർവേദ ഡിസ്പെൻസറി 24 മണിക്കൂറും കർമ്മനിരതമാണ്. മല കയറിയെത്തുന്ന അയ്യപ്പ ഭക്തർക്കും സന്നിധാനത്ത് സേവനമനുഷ്ഠിക്കുന്ന ജീവനക്കാർക്കും ഒരുപോലെ ആശ്വാസമായിരിക്കുകയാണ് ഭാരതീയ ചികിത്സാ വകുപ്പിന് കീഴിലുള്ള ഈ ചികിത്സാ കേന്ദ്രം. നിലവിൽ പ്രതിദിന 1000-ലധികം പേരാണ് ഇവിടെ ചികിത്സ തേടിയെത്തുന്നത്. 7 ഡോക്ടർമാരും 4 തെറാപ്പിസ്റ്റുകളും 2 സപ്പോർട്ടിംഗ് സ്റ്റാഫുകളും ഉൾപ്പെടെ 20 ജീവനക്കാരാണ് ഇവിടെയുള്ളത്. ഡിസ്പെൻസറിയുടെ സേവനം 24 മണിക്കൂറും ലഭ്യമാണെന്ന് ചാർജ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷൈൻ അറിയിച്ചു. നമ്മൾ മല കയറി വരുന്ന അയ്യപ്പ ഭക്തന്മാർ മസിൽ ക്രാംസുകൾ, അതായത് നമ്മൾ ഈ മല ഇത്രയും ഒരു ഏകദേശം 4 കിലോമീറ്ററോളം മല കയറണം. അപ്പോൾ കയറുമ്പോൾ മസിൽ പുള്ള്, മസിൽ ക്രാംസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ആയുർവേദ ചികിത്സകൾ, പഞ്ചകർമ്മ മർമ്മ ചികിത്സകൾ, അതുപോലെ തന്നെ സ്പോർട്സ് ആയുർവേദയുടെ ട്രീറ്റ്മെൻറ്റ് ഉൾപ്പെടെ നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സന്നിധാനത്ത് നമ്മുടെ ജോലിക്കാർ, നമ്മുടെ പ്രധാനമായുള്ള നമ്മുടെ പോലീസ് അയ്യപ്പ ഭക്തന്മാർ, അതുപോലെ ബാക്കിയുള്ള സ്റ്റാഫുകൾ, ഇവർക്കെല്ലാം ഒരുപാട് പനിയും അതുപോലെ തന്നെ ചെസ്റ്റ് ഇൻഫെക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ നമ്മൾ ഇവിടെ ഫ്യൂമിഗേഷൻ ട്രീറ്റ്മെൻറ്റ്, ആവി പിടിക്കാനുള്ള ചികിത്സകൾ, അതുപോലെ തന്നെ മരുന്നുകൾ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ തെറാപ്പിസ്റ്റുകൾ, ക്വാളിഫൈഡ് ആയിട്ടുള്ള തെറാപ്പിസ്റ്റുകളുടെ സേവനമുണ്ട്. ഈ നമ്മുടെ 18-ാം പടിയാണെങ്കിലും അവിടെയൊക്കെ നമ്മൾ ഭക്തന്മാരെ കയറ്റുന്ന പോലീസ് അയ്യപ്പന്മാർക്കുമൊക്കെ ഇതുപോലെ ഒരുപാട് ഈ ഷോൾഡർ പെയിൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഇവിടെ വന്ന് നമ്മുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ഗുണഫലങ്ങൾ, ആയുർവേദ ചികിത്സയുടെ ഒരു ഗുണഫലങ്ങൾ എടുത്തു വരുന്നുണ്ട്. നമുക്ക് ഏകദേശം ഒരു ദിവസം 1000-ന് മുകളിൽ പേഷ്യൻസ് ഇവിടെ നമ്മുടെ OP. മലകയറ്റം കാരണം ഭക്തർക്കുണ്ടാകുന്ന പേശിവലിവ്, ശരീരവേദന എന്നിവ പരിഹരിക്കുന്നതിനായി പഞ്ചകർമ്മ മർമ്മ ചികിത്സകൾ ഇവിടെ നൽകി വരുന്നു. സന്നിധാനത്തെ തണുപ്പും തിരക്കും മൂലം പോലീസ് ഉദ്യോഗസ്ഥർക്കും മറ്റ് ജീവനക്കാർക്കും ഉണ്ടാകുന്ന പനി, ശ്വാസകോശ അണുബാധ തുടങ്ങിയവയ്ക്കും ഫലപ്രദമായ ചികിത്സ നൽകുന്നുണ്ട്. മരുന്നുകൾക്ക് പുറമെ ഫ്യൂമിഗേഷൻ, ആവി പിടിക്കാനുള്ള സൗകര്യങ്ങൾ എന്നിവയും സജ്ജീകരിച്ചിട്ടുണ്ട്. 18-ാം പടിയിൽ ഭക്തരെ കയറ്റുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ടാകുന്ന ചുമല് വേദനയ്ക്ക് വിദഗ്ധമായ തെറാപ്പിസ്റ്റുകളുടെ പരിചരണവും ലഭ്യമാണ്. തീർത്ഥാടന കാലയളവിൽ എരുമേലി, പമ്പ, സന്നിധാനം എന്നിവിടങ്ങളിലായി പ്രവർത്തിക്കുന്ന 3 ഡിസ്പെൻസറികളും മണ്ഡല മകരവിളക്ക് കാലം അവസാനിക്കുന്നവരെ പൂർണ്ണതോതിൽ പ്രവർത്തിക്കും. ഇടുക്കി വിഷൻ ന്യൂസ്, ശബരിമല. പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നെടുങ്കണ്ടം ചാറൽമേട് ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം 2026 ജനുവരി 1, 2, 3 തീയതികളിൽ ക്ഷേത്രം തന്ത്രി ജ്യോതിഷ വചസ്പതി ബ്രഹ്മശ്രീ എം ലാൽ പ്രസാദ് ഭട്ടതിരിയുടെയും ക്ഷേത്രം മേൽശാന്തി അനീഷ് ശർമ്മയുടെയും കണ്ണൻ തിരുമേനിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ ക്ഷേത്രാചാര ചടങ്ങുകൾ, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, പൊങ്കാല, മുളപ്പയർ ഘോഷയാത്ര, ദേശത്തുടി അവതരിപ്പിക്കുന്ന നാടൻ പാട്ടും, ഉത്സവത്തിന്റെ അവസാന ദിവസം ബീറ്റ്സ് ഓർക്കസ്ട്രയുടെ ഗാനമേളയും, ദേശത്തിനും ദേശവാസികൾക്കും സർവ്വവിധ ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകുന്ന മഹോത്സവത്തിൽ പങ്കാളികളാകുവാൻ ഭഗവത് നാമത്തിൽ ഏവരെയും ക്ഷണിക്കുന്നു.